ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ILGMSൻ്റെ സൈറ്റ് വഴി എങ്ങനെ BPL സാക്ഷ്യപത്രത്തിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ILGMS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ILGMS സിറ്റിസൺ പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം വരുന്ന പേജിൽ ഓൾറെഡി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇല്ല എങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജിൻ്റെ ഏറ്റവും താഴെയുള്ള ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടരുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡിലുള്ളതുപോലെ പേര്, ആധാർ നമ്പർ, മെയിൽ ID, മൊബൈൽ നമ്പർ, ക്യാപ്ച കോഡ് കൊടുത്ത് അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് സൃഷ്ടിക്കാവുന്നതാണ്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ലോഗിൻ എന്ന് കൊടുത്ത് ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. ലോഗിൻ ID ആയിട്ട് ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ക്യാപ്ച കോഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ സാക്ഷ്യപത്രങ്ങൾ എന്നുള്ള ഓപ്ഷനിലാണ് BPL സാക്ഷ്യപത്രം എന്നുള്ള ഓപ്ഷൻ വരുന്നത്. സാക്ഷ്യപത്രങ്ങൾ മറ്റുള്ളവ എന്നുള്ള ഓപ്ഷനിൽ BPL സാക്ഷ്യപത്രം എന്നുള്ള ഓപ്ഷനിൽ BPL പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് BPL സാക്ഷ്യപത്രം ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം അപേക്ഷ സമർപ്പിക്കുന്ന അപേക്ഷകൻ്റെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിൻ്റെ തരം എന്നുള്ള ഓപ്ഷനിൽ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളത് കൊടുക്കുക. ഓഫീസിൻ്റെ പേര്, അതായത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ പേര് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷയുടെ തരം എന്നുള്ള ഓപ്ഷനിൽ വ്യക്തിഗതം എന്ന് കൊടുക്കുക. അപേക്ഷയുടെ വിഭാഗം എന്നുള്ള ഓപ്ഷനിൽ പൊതുവിഭാഗം എന്ന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്യുക. ശരി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ തിരിച്ചറിയൽ തരം എന്നുള്ള ഓപ്ഷനിൽ രേഖ ആധാർ കാർഡ് കൊടുക്കാവുന്നതാണ്. ആധാർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ആധാർ കാർഡിലുള്ളതുപോലെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകനെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായിട്ട് മൊബൈൽ നമ്പറും ഇമെയിൽ ID അവൈലബിൾ ആണെങ്കിൽ ഇമെയിൽ IDയും കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുക. മെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. മെയിൽ ID നിർബന്ധമില്ല. സ്ഥിര മേൽവിലാസം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷ സമർപ്പിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ ബോഡിക്കുള്ളിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷനും, വ്യത്യാസമുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ വീട്ടുപേര്, വീട്ടു നമ്പർ, ലോക്കൽ പ്ലേസ് അതായത് പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, പാർട്ടി നമ്പറും പേരും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും സെലക്ട് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിൻകോഡ് സൈറ്റിൽ വരുന്നതാണ്. കത്തിടപാടുകൾ നടത്തുന്നതിനായുള്ള മേൽവിലാസം സ്ഥിര മേൽവിലാസം തന്നെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ സ്ഥിര മേൽവിലാസം സമാനമാണ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും ഈ ഒരു പേജിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് 1 MB കുറവ് PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപേക്ഷ സംബന്ധിച്ച വിവരണം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ഏറ്റവും മുകളിൽ എന്ത് ആപ്ലിക്കേഷനാണ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് മൗസ് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. അതിനുശേഷം പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. ഈ കോപ്പി ചെയ്ത കാര്യം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അത് കോപ്പി ചെയ്ത് സൈറ്റിലേക്ക് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേജിൻ്റെ താഴെയായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക. BPL സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഡോക്യുമെൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ലാൻഡ് ടാക്സ് അവൈലബിൾ ആണെങ്കിൽ ലാൻഡ് ടാക്സ്, അതുപോലെ തന്നെ വൈറ്റ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ള എഴുതി തയ്യാറാക്കിയ ഡിക്ലറേഷനും കൂടി സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് വിവരണം എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തതിന് ശേഷം അതും കൂടി കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻ്റ് എല്ലാം കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം
സേവന വിശദാംശങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർഡ് നമ്പറും പേരും സെലക്ട് ചെയ്ത് കൊടുക്കുക. കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷനും കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വിവരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പേജിൻ്റെ താഴെയുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ വിശദാംശങ്ങളാണ് അടുത്ത പേജിൽ വരുന്നത്. പേജിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഡിക്ലറേഷൻ ബോക്സ് വരുന്നുണ്ട്. സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ വിവരങ്ങളൊക്കെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. പേജിൻ്റെ താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വരുന്നതാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സൈറ്റിൽ വരുന്ന അപേക്ഷ എന്നുള്ള ഓപ്ഷനും കൈപ്പറ്റ് റെസീപ്റ്റ് എന്നുള്ള ഓപ്ഷനും കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ILGMSൻ്റെ ലോഗോ കാണിക്കുന്ന ഭാഗത്തുള്ള 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ ഫയൽ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് സൈറ്റ് വഴി അറിയാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ILGMSൻ്റെ സൈറ്റിലുള്ള 3 ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് ഇൻബോക്സ് എന്നുള്ള ഓപ്ഷനിൽ മറ്റ് കത്തിടപാടുകൾ എന്നുള്ള ഓപ്ഷൻ വഴി സൈറ്റിൽ നിന്നും അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.